സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം സർവകക്ഷി യോഗം ചേരും. വൈകിട്ട് സർവമത സമ്മേളനവും ചേരുന്നുണ്ട്. ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ട പ്രതിരോധ സെക്രട്ടറിയോടും പോലീസ് മേധാവിയോടും രാജിവെക്കാൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ആവശ്യപ്പെട്ടു. അതിനിടയിൽ ശ്രീലങ്കയിലെ പഗോഡയിൽ ഇന്ന് ചെറുസ്ഫോടനമുണ്ടായി. കൊളംബോയിൽ നിന്ന് പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള നമ്മോടൊപ്പമുണ്ട്. പ്രദീപ്, ഇന്ന് സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം ചേരുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ കൊളംബോയിൽ എന്താണ്? ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ രണ്ട് യോഗങ്ങൾ രാവിലെ ചേരുന്ന സർവകക്ഷി യോഗവും വൈകുന്നേരം ചേരുന്ന സർവമത സമ്മേളനവുമാണ്. ഈ തീവ്രവാദ ആക്രമണം തടയാൻ സർക്കാരിന് വേണ്ട നടപടികൾ എടുക്കാനായിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുകയും വേണ്ടത്ര ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനത്തിൻ്റെ മുനയൊടിക്കാനുള്ള ശ്രമം കൂടിയാണ് സർക്കാർ നടത്തുന്നത്. ഇതിനിടയിൽ സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത വന്നിട്ടുള്ളത് മന്ത്രിസഭയിലും അഴിച്ചുപണി ഉണ്ടാകുമെന്നും മുൻ സേനാ മേധാവി ശരത് ഫോൻസേക്കയെ മന്ത്രിയായി സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായി കൊണ്ടുവരും എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സർക്കാർ വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അല്പസമയത്തിന് ശേഷം സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി മംഗല സമരവീര മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രത്യേക പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാണ് സന്ദേശം വന്നിരിക്കുന്നത്. സുപ്രധാനമായ എന്തെങ്കിലും പ്രഖ്യാപനം അതിലുണ്ടാകുമോ എന്നുള്ളത് ഉറ്റുനോക്കണം. പ്രദീപ്, ഈ അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ഇത്ര തീവ്രവാദ ആശയം സമൂഹത്തിൽ പടർന്നത് ഏത് വിധത്തിലാണ്, എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച് ഇതിനകം തന്നെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ടോ അവിടെ? ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല, തീവ്രവാദ ആക്രമണം തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരങ്ങൾക്കപ്പുറം സർക്കാരിനെയും സമൂഹത്തെയും ഞെട്ടിച്ച മറ്റൊരു സംഗതിയാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത പലരുടെയും സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ പശ്ചാത്തലം. ഇതിൽ ഒരാൾ ഇവിടെ നിന്ന് ബ്രിട്ടനിലും പിന്നീട് ഓസ്ട്രേലിയയിലും പോയി പഠനം പൂർത്തിയാക്കിയ ശേഷം തിരിച്ചെത്തിയ ശ്രീലങ്കൻ വംശജനാണ്. മറ്റ് രണ്ടുപേർ സഹോദരങ്ങളാണ്. അവർ ഇവിടുത്തെ ഒരു പ്രമുഖ വ്യവസായിയുടെ മക്കളാണ് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇത്രയും വ്യാപകമായി ഈ തീവ്രവാദ ആശയങ്ങൾ ഈ സമൂഹത്തിൽ കുത്തിവെക്കാനും ഒരു തീവ്രവാദ സംഘടനയ്ക്ക് കാര്യമായി വേരുറപ്പിക്കാനും കഴിഞ്ഞത് സർക്കാരും ഇൻ്റലിജൻസ് അധികൃതരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. ഇത് പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സംഗതിയല്ല എന്നുള്ളത് ദിനം പ്രതി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആഴത്തിൽ ചില പ്രദേശങ്ങളിലെങ്കിലും ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാനും യുവാക്കളെ, വിദ്യാഭ്യാസമുള്ളവരെ, സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരെ പോലും ഇതിലേക്ക് ആകർഷിക്കാനും കഴിഞ്ഞു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ആശങ്ക. പ്രദീപ്, ഈ പലയിടങ്ങളിലും ഇപ്പോഴും ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം വസ്തുതാപരമാണ്? ഈ പഗോഡയിൽ അല്പസമയം മുമ്പ് ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് അതിൻ്റെ വിവരങ്ങൾ? ഇതിനിടയിൽ മറ്റൊരു സ്ഫോടനം കൂടി ഉണ്ടായി എന്നുള്ള വാർത്ത പരന്നത് കൊളംബോയിലും പരിസരത്തും പരിഭ്രാന്തി പരത്തി. ഈ കൊളംബോയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ അകലെ പഗോഡ എന്ന് പറയുന്ന ചെറുപട്ടണത്തിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പിന്നിലായി ഉണ്ടായ ചവറുകൂനയിലാണ് ഈ സ്ഫോടനമുണ്ടായത്. എന്നാൽ ഇത് വളരെ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുവാണോ ബോംബാണോ എന്നൊന്നും വ്യക്തമായിട്ടില്ല. മറ്റെന്തെങ്കിലും പൊട്ടിത്തെറിച്ചതുമാകാം. എന്നാൽ ഇവിടെ നിലവിലുള്ള പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് പോലീസും അധികാരികളും വളരെ ഗൗരവത്തിലെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. തൽക്കാലം ആളപായം ഉണ്ടായതായോ ഒരു വലിയ സ്ഫോടനമായോ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് ഒരു പക്ഷേ ചവറ്റുകുണിയിൽ കിടന്ന എന്തെങ്കിലും പൊട്ടിത്തെറിച്ചതും ആകാം. ഏതായാലും ഇത്രയും വലിയ ഒരു തീവ്രവാദ ആക്രമണം നടക്കുകയും ഇത്രയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് പരിഭ്രാന്തി പരത്തിയതും. അതിനൊപ്പം തന്നെ വിവരങ്ങൾക്ക് ശ്രീലങ്കയിൽ സർവകക്ഷി യോഗം ഉടൻ ചേരും. ഇന്ന് വൈകിട്ട് സർവമത സമ്മേളനം കൂടെ ചേരുന്നുണ്ട്. അന്വേഷണം അതിൻ്റെ വഴിക്ക് പുരോഗമിക്കുകയാണ്. ചെറിയ സ്ഫോടനമുണ്ടായി എന്ന ഒരു വാർത്തയുണ്ട്. പക്ഷേ അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്ന അത്രയ്ക്ക് ഗൗരവതരമായിട്ടുള്ള കാര്യമല്ല എന്ന വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. പ്രദീപ് പിള്ളയാണ് അവിടെ നിന്ന് ലങ്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.